നമസ്കാരം എല്ലാവർക്കും കേരള കരിയേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത് എയർ ഇന്ത്യ എയർ ട്രാൻസ്പോർട്ട് സർവീസ് ലിമിറ്റഡ് AIASL നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് 25/4/2024. വിളിച്ചിരിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ്. വിളിച്ചിരിക്കുന്നത് ജയ്പൂർ എയർപോർട്ടിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി കേരള കരിയേഴ്സിൻ്റെ ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള കരിയേഴ്സ് എന്ന ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. നോട്ടിഫിക്കേഷൻ റഫറൻസ് നമ്പറായി കൊടുത്തിരിക്കുന്നത് അവസാനം HR/166. വിളിച്ചിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് എയർ ഇന്ത്യ എയർ ട്രാൻസ്പോർട്ട് സർവീസ് ലിമിറ്റഡ്. വിളിച്ചിരിക്കുന്ന ജോബ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ജയ്പൂർ എയർപോർട്ടിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ്. സാലറി സ്കെയിലായി കൊടുത്തിരിക്കുന്നത് 24,960 രൂപ വരെയാണ് സാലറി സ്കെയിലായി കൊടുത്തിരിക്കുന്നത്. നമ്പർ ഓഫ് വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് 21 വേക്കൻസികളാണ്. നോട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ബേസിസിലാണ് വിളിച്ചിരിക്കുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ടേം കോൺട്രാക്റ്റിംഗ് ബേസിസിലാണ് വിളിച്ചിരിക്കുന്നത്. അതും 3 കൊല്ലത്തേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ജോബ് അനുസരിച്ച് നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ജനറൽ കാൻഡിഡേറ്റ്സിന് 28 വയസ്സ് വരെ ഉള്ളവർക്കും OBC കാൻഡിഡേറ്റ്സിന് 3 വർഷത്തെ ഏജ് റിലാക്സേഷനും SC അല്ലെങ്കിൽ ST കാൻഡിഡേറ്റ്സിന് 5 വർഷത്തെ ഏജ് റിലാക്സേഷനും ഉണ്ടാവുന്നതായിരിക്കും. അതോടുകൂടി ഗവൺമെൻറ് അപ്പർ ഏജ് ലിമിറ്റും ഇതിൽ ഉണ്ടാവുമെന്ന് കൊടുത്തിട്ടുണ്ട്. ക്വാളിഫിക്കേഷനിൽ ആദ്യത്തെ ക്വാളിഫിക്കേഷനായി കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ഗ്രാജുവേറ്റ് ഫ്രം ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പാസ്സായിരിക്കേണ്ടതാണ്. അതായത് 10ാം ക്ലാസ് +2 3 വർഷത്തെ ഗ്രാജുവേഷൻ നിങ്ങൾ ഈ പറയുന്ന പാറ്റേൺ രീതിയിൽ പാസ്സായിരിക്കേണ്ടതാണ്. പ്രിഫറൻസായി കൊടുത്തിരിക്കുന്നത് ഏത് കാൻഡിഡേറ്റ്സിനാണോ, അതായത് ഈ പ്രിഫറൻസിൽ കൊടുത്തിരിക്കുന്നത് ഉള്ളവരാണെങ്കിൽ അവർക്ക് മുൻഗണന ഉണ്ടാവുന്നതായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് മുൻതൂക്കം ഉണ്ടാകുമെന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഏത് കാൻഡിഡേറ്റ്സിനാണോ എയർലൈൻ അല്ലെങ്കിൽ GHA, അതും അല്ലെങ്കിൽ കാർഗോ, അതും അല്ലെങ്കിൽ എയർലൈൻ ടിക്കറ്റിംഗ് എക്സ്പീരിയൻസ് ഉള്ളത് അവർക്ക് മുൻഗണന ഉണ്ടാവും. അതില്ലാത്ത പക്ഷം എയർലൈനിൽ ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ്, അതും ഡിപ്ലോമ ഇൻ IATA UFTA അല്ലെങ്കിൽ IATA അതിൽ FIATA, അതും അല്ലെങ്കിൽ IATAയിൽ DGR, അതും അല്ലെങ്കിൽ IATAയിൽ കാർഗോ. ഈ പറയുന്ന ഏതെങ്കിലും എയർലൈനിൽ ഡിപ്ലോമ ഉള്ളവരാണെങ്കിൽ അവർക്കും, എക്സ്പീരിയൻസ് ഇല്ലാതെ ഈ പറയുന്ന ഡിപ്ലോമ ഉള്ളവരാണെങ്കിൽ അവർക്കും മുൻഗണന ഉണ്ടാവുമെന്നാണ് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം നിങ്ങൾക്ക് PC-യിൽ പ്രൊഫിഷ്യൻസി ഉണ്ടാവേണ്ടതാണ്. അതോടൊപ്പം നിങ്ങൾക്ക് ഗുഡ് കമാൻഡിങ് ഓവർ സ്പീക്കിംഗ്, അതായത് നിങ്ങൾക്ക് സംസാരിക്കാനും എഴുതാനും ഇംഗ്ലീഷും ഹിന്ദിയും അറിഞ്ഞിരിക്കേണ്ടതാണ്. അതും ഗുഡ് കമാൻഡിങ് സ്പോക്കണും വേണമെന്നാണ് ഈ 2 ലാംഗ്വേജിലും കൊടുത്തിരിക്കുന്നത്. കൂടുതൽ ഹിന്ദിയാണ് മുൻഗണന എന്നാണ് കൊടുത്തിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൽ ആദ്യമായി വരുന്നത് ഈ തസ്തികയ്ക്ക് പേഴ്സണൽ ഇൻ്റർവ്യൂ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതോടൊപ്പം ഈ തസ്തികയ്ക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ വരുന്ന ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് കൂടുതലാണെങ്കിൽ ഈ തസ്തികയ്ക്ക് പേഴ്സണൽ ഇൻ്റർവ്യൂവും ഗ്രൂപ്പ് ഡിസ്കഷനും കമ്പനി ബേസിസിൽ ഉണ്ടാവുന്നതായിരിക്കും. അതോടൊപ്പം സെലക്ഷൻ പ്രൊസീജിയർ
ഇൻ്റർവ്യൂ ഡേറ്റ് പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ നിന്നും 1-2 ദിവസം ആൾക്കാരുടെ എണ്ണം കൂടുതലാണെങ്കിൽ മാറാനും ചാൻസസ് ഉണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ എലിജിബിലിറ്റി മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് 2 പേർക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓഫ്ലൈൻ വഴിയാണ്. വാക്ക് ഇൻ ഇൻ്റർവ്യൂ നടക്കുന്നത് 9/5/2024 9:30 മുതൽ 12:30 വരെയാണ് വാക്ക് ഇൻ ഇൻ്റർവ്യൂ ഡേറ്റ് ആൻഡ് ടൈമായി കൊടുത്തിരിക്കുന്നത്. ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്, 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ആയി കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.aiasl.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.